ഓൺ ദ സ്പോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സബാൻ. ഒരു സിനിമയിലൂടെ നമ്മുടെ മലയാളികളുടെ എല്ലാവരെയും മനം കവർന്ന് അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ. നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ ചിന്തിപ്പിക്കുന്നില്ല, നമുക്ക് ആളിവിടെ എത്തിയിട്ടുണ്ട്. പോകാം ആളിലേക്ക്. അർജുന, ഹായ്. ഹായ് സബാൻ. എന്തുണ്ട്? സുഖമായിരിക്കുന്നു. ഇപ്പം പുതിയ പടത്തിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞു? തിരക്കുകൾ കഴിഞ്ഞു, എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലേ? പ്രോബ്ലി ഓഗസ്റ്റിലായിരിക്കും എൻ്റെ റിലീസ്. ഓഗസ്റ്റിൽ. അപ്പം ഒരു ടെൻഷനൊക്കെ ഉണ്ടോ? ഇല്ല, ആക്ച്വലി ടെൻഷൻ ആവാനുള്ള സമയമായിട്ടില്ല. ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ടെൻഷൻ അടിക്കാം, അതിനുള്ള സമയമായിട്ടില്ല. ഓക്കെ, ഒരു പടം കഴിഞ്ഞ് ഒരുപാട് ദൂരം അടുത്ത പടത്തിലേക്ക് എന്ത് പറ്റി? പ്രിസൈസ്ലി 9 years. തന്മാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫാദറിന് കൊടുത്തൊരു പ്രോമിസ് ആണത്. ഒരു പടം കഴിഞ്ഞ് ഞാൻ അല്ലല്ല 9 വർഷം കഴിഞ്ഞ് അടുത്ത പടം ചെയ്യുന്നല്ല. എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് ഒരു വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നിനക്ക് വീണ്ടും അതിൽ താല്പര്യമുണ്ടെങ്കിൽ പോകാം. അപ്പം ഫാദർ അങ്ങനെ ഒരു വാക്ക് കൊടുത്തു, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ അഭിനയിക്കൂ. അപ്പൊ അതുകൊണ്ട് പറ്റിയത് എന്താണ്? ഞങ്ങളെ പോലെ പ്രേക്ഷകർക്ക് ഭയങ്കര നഷ്ടം പറ്റിയിരുന്നു. കാരണം തന്മാത്രയിൽ അത്രയും ഗംഭീരമായ ഒരു വേഷം ചെയ്തിട്ട് പിന്നെ കുറെ വർഷങ്ങളായിട്ട് ആളെ കാണാനില്ല, ആള് മിസ്സിങ്. ഇപ്പൊ പിന്നെ പെട്ടെന്ന് തിരിച്ചു വന്നിരിക്കുന്നു ആഷ ബ്ലാക്ക് എന്ന പടത്തിലൂടെ. അപ്പൊ എന്തായാലും എന്താണ് പടത്തിനെ കുറിച്ച് പറയാനുള്ളത്, ആഷ ബ്ലാക്ക് എന്ന പടത്തെ കുറിച്ച്? ഓക്കെ, ആഷ ബ്ലാക്ക് എന്ന സിനിമ അറിയാവുന്ന പോലെ ജോൺ റോബിൻസൺ എന്നൊരു പുതിയ ഡയറക്ടറാണ്. അദ്ദേഹം ഇൻഡസ്ട്രിയിലൊരു 12 വർഷമായിട്ടുള്ളൊരു ഡയറക്ടറാണ്. മേജർ രവി സാറിൻ്റെയും തമിഴിലും ഹിന്ദിയിലും ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവി ഇതൊരു റൊമാൻറ്റിക് ത്രില്ലർ എന്ന് പറയാം, ആ ജോണറിൽ പെടുന്ന മൂവിയാണ്. ഇറ്റ്സ് നല്ല പാട്ടുകളും നല്ലൊരു ആണല്ലേ. ഓക്കെ, സോ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെസൻ എന്ന് പറഞ്ഞത്, അതും ന്യൂ കമറാണ്. സോ ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട് ഇതിൽ. അതുപോലെ ഒരു നല്ലൊരു എനർജിയുള്ള ഒരു മൂവി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലെസ്സി സാറിൻ്റെ വലിയൊരു ഡയറക്ടർ ബ്ലെസ്സി സാറിൻ്റെ പടം ചെയ്തു കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ അടുത്ത പടം ഒരു പുതിയ ഡയറക്ടർ, എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നി? ഇങ്ങനൊരു പുതിയൊരു ഡയറക്ടർ കൊടുത്തു? രണ്ടുപേരും വർക്കിംഗ് സ്റ്റൈൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, അതെനിക്കറിയാം. ഞാനിപ്പോൾ ബ്ലെസ്സി സാറെ കുറച്ച് ദിവസം മുമ്പ് കണ്ടിരുന്നു, എന്ന് പറയുമായിരുന്നു. എനിക്ക് പിന്നെ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഇല്ല. ആകെ കണ്ടിട്ടുള്ളൊരു വർക്കിംഗ് സ്റ്റൈലും ഒരു വർക്കിംഗ് സെറ്റും ബ്ലെസ്സി സാറിൻ്റെ തന്മാത്രയാണ്. വലിയ എക്സ്പീരിയൻസ് ആണ്, തീർച്ചയായിട്ടും വലിയൊരു എക്സ്പീരിയൻസ് ആണ്, വലിയൊരു ഭാഗ്യമാണ്. സോ ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അനാലിസിസ് ഒക്കെ നടത്താനായിട്ടുള്ളൊരു ഇതായിട്ടില്ല. നോ കമന്റ്സ്. ഓക്കെ, ഞാൻ ഇനി പേഴ്സണലായിട്ട് ചോദിക്കണം, നല്ലൊരു നടൻ എന്ന് പറഞ്ഞാൽ അർജുൻ്റെ കാഴ്ചപ്പാട് എന്താണ്? നല്ലൊരു നടൻ എന്ന് പറഞ്ഞാൽ ഓബ്വിയസ്ലി ഹി ഷുഡ് ബി ടാലന്റഡ്. ദാറ്റ്സ് ദേർ. ആൻഡ് നല്ലൊരു നടൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറിൻ്റെ സ്വത്തായിരിക്കണം. ഹി ഷുഡ് ബി ഹിസ് അസെറ്റ്. അതായത് ഒരു സിനിമയിൽ നിന്ന് വേറൊരു സിനിമയിലേക്ക് പോകുമ്പോൾ ഓബ്വിയസ്ലി ദ ഡയറക്ടേഴ്സ് വിൽ ചേഞ്ച്, ദെയർ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് വിൽ ചേഞ്ച്. അതിന് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് ആ സിനിമയുടെയും ആ ക്യാരക്ടറിൻ്റെയും ഒരു സ്വഭാവത്തിനനുസരിച്ച് മോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു നടൻ എന്ന് തോന്നുന്നു. ബിക്കോസ് ഇപ്പോൾ ഞാനൊരു വലിയ ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ഹീ ഈസ് വെരി പ്രൊഫഷണൽ. ഹി ഹാസ് എ സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, ഹി ഹാസ് എ സ്റ്റൈൽ ഓഫ് ഫിൽമിങ്. അത് കഴിഞ്ഞ് വേറൊരു സെറ്റിലേക്ക് പോകുമ്പോൾ അവിടെ വേറൊരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആയിരിക്കും. അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ആൻഡ് ഹി ഷുഡ് ബി വെൽ ഡിസിപ്ലിൻഡ്. ദാറ്റ്സ് ഇറ്റ്. ഐ ഡോണ്ട് നോ മച്ച്. ഓക്കെ, അർജുൻ, ഈ ആദ്യത്തെ പടത്തിൽ നായികയില്ലായിരുന്നു, രണ്ടാമത്തെ പടത്തിൽ എങ്ങനെയാണ്? നായികയുണ്ടോ? ഒരു വിഷമമുണ്ടായിരുന്നു ഫസ്റ്റ് പടത്തിൽ നായികയില്ലായിരുന്നു? ആദ്യത്തെ സിനിമയിൽ എനിക്ക് ഇത്രയും വലിയൊരു റോൾ ഉണ്ടെന്ന് തന്നെ അറിയുന്നത് ഞാൻ ആ സിനിമ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ്. അതിനു മുമ്പ് ഇനി ഞാൻ മോഹൻലാൽ സാറിൻ്റെ മകനായി അഭിനയിക്കുന്നു എന്ന് മാത്രമേ എനിക്കറിയാം. കഥയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബ്രീഫായിട്ട് മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഒരാഴ്ചക്ക് മുമ്പാണ് സ്ക്രിപ്റ്റ് വായിക്കലും ഇത്രയും വലിയൊരു കഥാപാത്രമാണെന്നുള്ളൊരു സംഗതി മനസ്സിലായത്. അതുകൊണ്ട് അങ്ങനെ ഒരു നിരാശയുണ്ടായിരുന്നു. ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം സിനിമയിൽ അഭിനയിക്കുന്ന നായകന്മാരുടെ കൂടെ അഭിനയിക്കാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഏജിലുള്ള ഏതൊരു നടനും ആഗ്രഹിച്ചു പോകുന്ന റോളാണ്. ഒരുപാട് പേരെ കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് നോ റിഗ്രറ്റ്സ് അറ്റ് ഓൾ. ഐ എം വെരി ബ്ലെസ്ഡ് ടു ഗെറ്റ് ദാറ്റ് റോൾ. ഇനിയിപ്പോൾ ആഷ ബ്ലാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഷ ബ്ലാക്കിൽ ആഷ ഇസ് ദ ഹീറോയിൻസ് നെയിം. ഹീറോയിൻ്റെ പേരാണ്. ആൻഡ് അത് ചെയ്യുന്നത് ഒരു പുതുമുഖമാണ്. ആ കുട്ടിയുടെ ഫോട്ടോസും ഇതൊന്നും ഐഡന്റിറ്റി പുറത്ത് വിട്ടിട്ടില്ല. പേര് വ്യക്തമാക്കാവോ? ഹർ നെയിം ഇസ് ഇഷിത.
ബോംബെയിലുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, മലയാളിയല്ല? മലയാളിയല്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ഒരു സിനിമ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? ഒരു ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മേക്കിംഗ് നടത്താറുണ്ടോ? തന്മാത്രയ്ക്ക് വേണ്ടിയിട്ട് എന്നോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് ആകെ 2 കാര്യങ്ങളാണ്. ഓക്കെ. ഒന്ന് നീന്താൻ പഠിക്കാനും, ഒന്ന് വെയിലത്തിറങ്ങി നടന്ന് ഒന്ന് ചെറുതായിട്ട് ടാൻ ആവാനും. ഓക്കെ. നീന്താൻ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. വെയിലത്തിറങ്ങി നടന്നു, കറുത്തില്ല. ഇല്ലില്ല, അതല്ല. 2, ഇപ്പോൾ ആശാ ബ്ലാക്കിലാണെങ്കിൽ പ്രത്യേകിച്ച് വലിയൊരു പ്രാക്ടീസ് സെഷൻസ് ഒന്നും വേണ്ടി വന്നില്ല. ആക്ച്വലി ഒരു മ്യൂസീഷ്യൻ ആയിട്ടാണ്, അതുകൊണ്ട് തന്നെ ഗിറ്റാർ പിടിക്കാനും അതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൃത്തികേടില്ലാതെ വായിക്കാനും ഉള്ളൊരു ചെറിയൊരു ട്യൂട്ടോറിയൽ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എനിക്ക് തന്നിരുന്നു. ദാറ്റ്സ് ഇറ്റ്, നത്തിങ് മച്ച്. ഓക്കെ. കുടുംബത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയാം, ഫാമിലിയെ കുറിച്ച് അറിയാമല്ലോ. ഓക്കെ, ഞങ്ങൾ 4 കുടുംബമാണ്. എൻ്റെ ഫാദർ, മദർ, എനിക്കൊരു അനിയത്തിയുണ്ട്. ഇപ്പോൾ 3 പേരും അവിടെ ബാംഗ്ലൂരാണ്. അനിയത്തി ഇപ്പോൾ MSc കഴിഞ്ഞു, ഇപ്പോൾ ജോലി ചെയ്യുന്നു ബാംഗ്ലൂർ തന്നെ. ഫാദർ ദുബായിലായിരുന്നു, അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോൾ നാട്ടിൽ വന്നു. ജസ്റ്റ് റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുന്നു. ചെറിയൊരു ബിസിനസ് ഉണ്ട് ദുബായിൽ, വല്ലപ്പോഴും ചെറിയൊരു കുടുംബം. എറണാകുളത്താണോ സെറ്റിൽ ചെയ്യുന്നത്? അല്ല, ബാംഗ്ലൂരാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഞാനും ഫാമിലി എല്ലാവരും ബാംഗ്ലൂർ തന്നെയാണ്. ഓക്കെ. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലി നല്ല സപ്പോർട്ടീവ് ആണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് വീട്ടിൽ നിന്ന്? ഏറ്റവും കൂടുതൽ ഫാദറാണ്. ആണോ? ഏറ്റവും കൂടുതൽ മകൻ? അല്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഫാദറോടാണ്. 3 പേർക്കും നല്ല സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ. സിനിമയെക്കുറിച്ചും ബാക്കിയുള്ള പ്ലാൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കൂടുതൽ ഫാദറായിട്ടാണ്. വീട്ടിൽ പപ്പയായിട്ട് കൂടുതൽ സംസാരിക്കാം. ന്യൂ ജനറേഷൻ സിനിമയെക്കുറിച്ച് എന്താണ് അർജുൻ ലാലിൻ്റെ അഭിപ്രായം? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? ന്യൂ ജനറേഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. എന്താണ് അങ്ങനെ വ്യത്യാസമുണ്ടോ ശരിക്കും സിനിമയിൽ? See, what has changed over the years is ഇപ്പോൾ ടെക്നിക്കലി മലയാളം സിനിമ, ഇപ്പോൾ മലയാളം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടെക്നിക്കലി മലയാളം സിനിമ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് എന്നല്ല പറയേണ്ടത്. ഓക്കെ, ന്യൂ എക്യുപ്മെൻറ്റ്സ് ആർ ദേർ, പുതിയ ലൈറ്റിംഗ് പാറ്റേൺസ് ആർ ദേർ, പുതിയ നല്ല ക്യാമറകൾ വന്നിട്ടുണ്ട്. എന്താ പറയുക, വേൾഡ് സിനിമകളൊക്കെ കാണുന്ന പുതിയ ക്യാമറമാൻമാരും പുതിയ ടെക്നീഷ്യൻസും എല്ലാം കൊണ്ടും തിങ്സ് ഹാവ് ബിക്കം മോർ ടെക്നിക്കൽ. അതല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും തോന്നുന്നു. വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞ വിഷയങ്ങളുടെ വൈവിധ്യമൊക്കെ പറയുകയാണെങ്കിൽ അത് പണ്ടും ഉണ്ടായിരുന്നു. ഓക്കെ, വെറൈറ്റികളായിട്ടുള്ള സബ്ജക്റ്റുകൾ അല്ലേ? സി, ദിസ് ന്യൂ ജനറേഷൻ എന്ന വാക്ക് ഇറ്റ്സ് റോങ്ലി യൂസ്ഡ് അല്ലേ? അല്ല, കൂടുതലും ഏതാണ്ട് ഒരു കളിയാക്കാൻ വേണ്ടി ഒരു വിളിക്കുന്ന പേര് പോലെയാണ്. പടം കാണരുത് എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഇറക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാം. ഈ ന്യൂ ജനറേഷൻ പടം എന്നൊക്കെ പറയുമ്പോൾ ഫാമിലീസൊക്കെ ചിന്തിക്കും, ഓ അങ്ങനൊരു പടമുണ്ടോ, ചിലപ്പം മോശമായിട്ടുള്ള പടമായിരിക്കും. അതൊരു മോശം സിനിമയാണ്, അതൊരു ന്യൂ ജനറേഷൻ സിനിമയാണ്, അതൊരു മോശം പടമായിരിക്കും, ഫാമിലിക്ക് കാണാൻ പറ്റില്ല എന്നൊരു ഇല്ലേ ചിലപ്പോൾ തോന്നുന്നത്. എന്നോട് പലരും പറഞ്ഞതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. കാരണം അത് കാണാൻ കൊള്ളത്തില്ല എന്ന്. പക്ഷെ നമ്മൾ പറയും കൊള്ളാം, നല്ല പടമാണ്. പക്ഷെ എന്നിട്ട് പിന്നെ ഇത് ന്യൂ ജനറേഷൻ പടം എന്ന് പറയുന്നത് അല്ലേ? സത്യമായിട്ട് അങ്ങനെ ഒരു ചിന്ത തോന്നാറുണ്ട്. അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു, ആശാ ബ്ലാക്ക് എന്ന് പറയുന്നത് ന്യൂ ജനറേഷൻ സിനിമയാണോ? പേര് കിട്ടിയുമ്പോൾ അങ്ങനെ ഒരു സംശയം നമുക്ക് തോന്നാം. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ജനറേഷനിൽ പെട്ട ഒരു ആക്ടറാണ്. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജനറേഷനിലുള്ളൊരു ഡയറക്ടറാണ്. ക്യാമറമാൻ എന്ന് പറയുന്നത് പ്രോബ്ലി ഈ ജനറേഷൻ തന്നെ ആയിരിക്കാം. സോ ഇറ്റ്സ് ലൈക്ക് ഓഫ് ഓൾ ജനറേഷൻസ്. അത് എല്ലാം കൂടിയിട്ട് ഇപ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറയാൻ പറ്റും. ഐ റിയലി ഡോണ്ട് നോ വാട്ട് ഈസ് ന്യൂ ജനറേഷൻ, എനിക്കറിയില്ല. അർജുൻ്റെ ഫസ്റ്റ് പടം അർജുന് വേണ്ടത്ര രീതിയിൽ അതിനുള്ളൊരു അംഗീകാരം കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പടത്തിലൂടെ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ അച്ഛനടുത്ത് വാക്കുകൊണ്ടായിരിക്കണം ഇത്രയും നേരം മാറിയുന്നത് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സിനിമയ്ക്ക് എനിക്കൊരു ഓഫർ കിട്ടി. അതിൻ്റെ സെലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അതിനെ അയക്കണോ വേണ്ടി വരും എന്ന് അവർ ഒരുപാട് ചിന്തിച്ചു. കാരണം ഞാൻ ആ സമയത്ത് +2 കഴിഞ്ഞ് എൻ്റെ കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് അഡ്മിഷനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനൊരു സ്റ്റെപ്പ് വേണോ, എൻ്റെ പഠിത്തം എന്തെങ്കിലും കാരണം കിട്ടാൻ നോക്കി നിൽക്കുന്ന ഒരാളാണ് ഞാൻ, പഠിത്തം കൊള്ളാക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ സ്റ്റഡീസിനൊരു ബ്രേക്ക് വേണമെന്നൊക്കെ ആലോചിച്ചിട്ടാണ്. പക്ഷേ പിന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് സാർ എല്ലാവരും കൺവിൻസ് ചെയ്തുകൊണ്ട് ആ സിനിമ ചെയ്തു. നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. അതിനുവേണ്ടി എനിക്ക് 1 വർഷം സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ദാറ്റ്സ് ഫൈൻ, ബിക്കോസ് അതിന് വേണ്ടിയുള്ള എല്ലാ അംഗീകാരം തീർച്ചയായിട്ടും ഇപ്പോഴും നിങ്ങൾ എന്നെ ഓർക്കുന്ന ആ ഒരു ക്യാരക്ടർ കൊണ്ടാണ്. 100% അല്ലേ? 100%. അതുകൊണ്ട് എങ്ങനെ സിനിമ ഒരു സ്വപ്നമായിരുന്നു സത്യത്തിൽ? അതോ സിനിമയിലേക്ക് സ്വപ്നമായത് തന്മാത്രയ്ക്ക് ശേഷം മാത്രമാണ്? അതിനു മുമ്പ് സ്വപ്നം കണ്ടിട്ടേ ഇല്ല. ഞാൻ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. അല്ല, സിനിമയിലേക്ക് വരണം, സിനിമയിൽ അഭിനയിക്കണം, ചെറുപ്പം മുതൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല. യാദർശികമായി ഇങ്ങനെ വളരെ യാദൃശികമായി
വന്നൊരു സംഭവമാണ് സിനിമ. ഓക്കെ. പക്ഷെ അതിനുശേഷം സിനിമയെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. ഇപ്പം ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് എടുക്കാൻ തുടങ്ങി. ലൈഫിന്റെ ഒരു ഭാഗം തന്നെയാണ് സിനിമ. കരിയർ സിനിമ എന്ന് തീരുമാനിച്ചോ? സിനിമ എൻ്റെ കരിയർ ആണോ എന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇല്ല. ഇപ്പോൾ യെസ്, ഐ ലൈക്ക് ടു ഡു മൂവീസ്. ഇപ്പോൾ സിനിമ ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. ഓക്കെ. ബട്ട് ഐ ഡോണ്ട് നോ വാട്ട്സ് ഇൻ സ്റ്റോർ ഫോർ മീ. കാരണം അത് ഇപ്പോൾ അന്നത്തെ എന്താ പറയുക, അന്ന് അങ്ങനെ സംഭവിച്ചു. തന്മാത്ര നല്ല രീതിയിൽ അംഗീകരിക്കപ്പെട്ടു. ഓക്കെ. എല്ലാവരും ഇപ്പോഴും ഓർക്കുന്ന സന്തോഷം. പക്ഷേ ഇതിന് ശേഷം ഇനി തുടർച്ചയായി ഒരുപാട് സിനിമകൾ ചെയ്യുമോ ഇതൊന്നും എനിക്കറിയില്ല. റൈറ്റ് നൗ ഐ ഫീൽ ലൈക്ക് ഡൂയിങ് മൂവീസ്, ഐ വിൽ ഡു ഇറ്റ്. പക്ഷെ അതിന് ശേഷം എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ തോന്നിയില്ലെങ്കിൽ ചെയ്യില്ല, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. സിനിമയിൽ ഒരുപാട് കൂട്ടുകാരുണ്ടോ? സിനിമ ഫീൽഡിൽ കൂട്ടുകാരില്ല. ഇല്ല. സിനിമയിൽ ഒരു സിനിമയിൽ അന്നും ഇന്നും എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആകെ ഞാനൊരു കോൺടാക്ട് വെച്ച ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ബ്ലെസ്സി സാറാണ്. അത് സിനിമയ്ക്ക് അപ്പുറത്തുള്ള ഒരു ബന്ധമാണ്. അത് എന്താ പറയുക, ഞങ്ങൾ ചിലപ്പോൾ വല്ലപ്പോഴും മീറ്റ് ചെയ്യുമ്പോൾ ഫാമിലീസായിട്ട് ഞങ്ങൾ വളരെ ക്ലോസ് ആണ്. ഇപ്പോൾ അത് സിനിമ കഴിഞ്ഞ് സംഭവിച്ചൊരു സംഭവമാണ്. അതിനുശേഷം മീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ സിനിമ സംസാരിക്കാറില്ല. ഞാൻ മനഃപൂർവ്വം അദ്ദേഹത്തോട് സിനിമകളെ കുറിച്ച് ചോദിക്കാറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ആരെ കണ്ടാലും അവർക്ക് ചോദിക്കാനുള്ള സിനിമയെക്കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഞങ്ങൾ സിനിമയെക്കുറിച്ച് സംസാരിക്കാറില്ല. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അന്നും ഇന്നും എനിക്കുള്ള ആകെ ഒരു നല്ലൊരു സിനിമയിലുള്ള അദ്ദേഹം ഒരു ഡയറക്ടറാണ്. അതുകൊണ്ടും അദ്ദേഹം മാത്രമാണ് എനിക്ക് ആകെ പരിചയമുള്ളൊരു സിനിമ കോൺടാക്ട്.